മൂവിയുടെ തുടക്കം തന്നെ സോഫിയ എന്ന് പറഞ്ഞ ഒരു പെണ്ണിനെ കാണിക്കുന്നുണ്ട്. അവൾ ഒരു കാറില് ആരുടെ കൂടെ ഭയങ്കര ക്ലോസ് ആയിട്ട് ഇരിക്കുകയാണ്. എന്നിട്ട് അവർ രണ്ടുപേരും കൂടി ഒരു ഹോട്ടലിലേക്ക് പോകുന്നുണ്ട്. ഈ ഒരു സമയത്ത് അവരുടെ റൂമിന്റെ അപ്പുറത്തെ റൂമിൽ ഒരു ജോക്കറിന്റെ വേഷം ഇട്ട ഒരാൾ ഇരിക്കുന്നുണ്ടായിരുന്നു. ആ ഒരാള് സോഫിയയുടെ റൂമിൽ എന്താണ് നടക്കുന്നതെന്ന് ചെവി വെച്ച് കേട്ടുകൊണ്ടിരിക്കുകയാണ്. ആ ഒരു ജോക്കറിന്റെ റൂമിൽ ഉണ്ടായിരുന്ന എല്ലാവരും കൂടി സോഫിയയുടെ റൂം പൊളിച്ച് അതിന്റെ ഉള്ളിലേക്ക് കയറി പോകുന്നുണ്ട്. അവിടെ സീൻ കട്ട് ചെയ്ത് നമ്മുടെ ഹീറോയിൻ ആയിട്ടുള്ള ഫർഹാനെയാണ് കാണിക്കുന്നത്. ഒരു കൂട്ടുകുടുംബത്തിൽ ജീവിക്കുന്ന ഒരു പെണ്ണാണ് അവള്. മതപരമായി ഒരുപാട് അറിവുകളുള്ള ഒരു നല്ല ഇസ്ലാമിയത്തുള്ള ഒരു മുസ്ലിം പെൺകുട്ടി. അവളുടെ ഹസ്ബൻഡ് കരീം അവന്റെ വാപ്പയുടെ ചെരുപ്പ് കടയിലാണ് ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഫർഹാനക്ക് സ്വന്തമായിട്ട് ഒരു ഫോൺ പോലും ഉണ്ടായിരുന്നില്ല. വീട്ടിൽ അടച്ചിട്ട് വളരുന്ന ഒരു പെൺകുട്ടി. അവളുടെ ഫ്രണ്ട്സ് ആരെങ്കിലും വിളിച്ചാൽ തന്നെ വീട്ടിലുള്ള ലാൻഡ് ഫോണിലേക്കാണ് കോൾ ചെയ്യാറ്. ഏതെങ്കിലും ഒരു ഫംഗ്ഷന് പോണെങ്കിൽ തന്റെ ഹസ്ബൻഡിന്റെ കൂടെ മാത്രമേ അവൾക്ക് പോകാനായിട്ട് പറ്റുള്ളായിരുന്നു. ശരി, കുഴപ്പമില്ല, ഹസ്ബൻഡിന്റെ ആ ഒരു ബിസിനസ് എങ്കിലും നന്നായി പോകുന്നുണ്ടോ എന്ന് നോക്കിയാല് അവിടെ കസ്റ്റമേഴ്സ് ഒന്നും കേറാതെ ഈച്ച മാറിക്കൊണ്ടിരിക്കുകയാണ്. ഒരു വശത്ത് അവളുടെ മകളുടെ സ്കൂളിലെ ഫീസ് പോലും മര്യാദക്ക് അടയ്ക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ശരി, കുഴപ്പമില്ല, എന്തെങ്കിലും കടം വാങ്ങിയിട്ടെങ്കിലും ആ ഒരു ഫീസ് അടയ്ക്കാമെന്ന് കരുതിയാല് ആ ഒരു വീട്ടുകാരി ഇന്നേ വരെ ആരുടെ കയ്യിൽ നിന്നും കടം വാങ്ങിയിട്ടില്ലായിരുന്നു. അത് അവരെ അന്തസ്സിനെ ബാധിക്കുമെന്നാണ് അവർ പറയുന്നത്. ഇതെല്ലാം കണ്ട് ഫർഹാന, അവള് നന്നായി തന്നെ പഠിച്ച ഒരു പെണ്ണായിരുന്നു. അവളും കൂടി ജോലിക്ക് പോയിട്ടുണ്ടെങ്കിൽ വീട്ടിലെ ഭാരം കുറയുമല്ലോ എന്ന് കരുതിയിട്ട് അവളുടെ ഭർത്താവായ കരീമിനോട് ഞാൻ ജോലിക്ക് പൊക്കോട്ടെ എന്ന് ചോദിക്കുന്നുണ്ട്. പക്ഷെ അവളുടെ ഭർത്താവ് കരീമിന് അതിലോട്ടും താല്പര്യം ഉണ്ടായിരുന്നില്ല. എന്താണെങ്കിലും വാപ്പാനോട് ചോദിച്ചിട്ട് തീരുമാനം എടുക്കാനായിട്ട് ഫർഹാനയോട് അയാൾ പറയുന്നുണ്ട്. ഫർഹാന വാപ്പയോടും ചെന്ന് ജോലിക്ക് പൊക്കോട്ടെ എന്ന് ചോദിക്കുന്നുണ്ട്. എന്നാൽ ആ ഒരു വാപ്പ ദേഷ്യത്തോടുകൂടി പെണ്ണുങ്ങളൊന്നും ജോലിക്ക് പോയി കുടുംബം നോക്കേണ്ട ഗതിയൊന്നും ഇവിടെ ഉണ്ടായിട്ടില്ലാന്നും കുറച്ചൊരു പൈസ വരാതിരിക്കുമ്പോ എന്നെ ഒരു കോമാളി പോലെ ആക്കാണോന്നെല്ലാം ദേഷ്യത്തോടുകൂടി ചോദിച്ച് അവിടെ നിന്ന് പോകുന്നുണ്ട്. ഫർഹാന ഒരു ദിവസം അവളുടെ കൂട്ടുകാരുടെ കല്യാണത്തിന് പോകാണ്. ആ ഒരു കല്യാണ പെണ്ണിന്റെ വേറൊരു കൂട്ടുകാരി അവിടെ ഉണ്ടായിരുന്നു. അവളുടെ പേര് നിത്യ എന്നായിരുന്നു. അവള് വർക്ക് ചെയ്യുന്ന ആ ഒരു കമ്പനിയില് വേക്കൻസി ഉണ്ടെന്ന് ഫർഹാനയോട് പറയാണ്. പിന്നീട് ഫർഹാന അവളുടെ ഭർത്താവായിട്ടുള്ള കരീമിനെയും കൂട്ടിക്കൊണ്ട് ഇന്റർവ്യൂവിന് പോകുന്നുണ്ട്. അവസാനം അവൾക്ക് ജോലി കിട്ടാണ്. ഈ ബാങ്കുകളിലൊക്കെ ലോൺ ആവശ്യമുണ്ടോ എന്ന് കസ്റ്റമേഴ്സിനോട് ചോദിക്കില്ലേ, അങ്ങനത്തെ ഒരു ജോലിയാണെന്ന് ഫർഹാന കരീമിനോട് പറയാണ്. കരീമിനെ ജോലിക്ക് വിടുന്നതിൽ താല്പര്യമൊന്നും ഇല്ല എങ്കിലും കുടുംബത്തിന്റെ ആ ഒരു ബാധ്യത ഓർത്ത് അവൻ അതിന് സമ്മതിക്കാണ്. ഫർഹാന ഇപ്പൊ ഭയങ്കര സന്തോഷത്തിലായിരുന്നു. കല്യാണം കഴിഞ്ഞ അന്നു മുതല് വീട്ടിൽ തന്നെ എവിടേക്കും പോകാതെ കൂട്ടിൽ അടച്ചിട്ട ഒരു പക്ഷിയെ പോലെയാണ് അവള് കഴിഞ്ഞിരുന്നത്. ആദ്യ ദിവസം അവൾ അങ്ങനെ ജോലിക്ക് പോകുന്നുണ്ട്. ആ ഒരു സമയത്ത് കരീം കടയിൽ നിന്ന് ഒരു ചെരുപ്പ് എടുത്തുകൊണ്ട് വന്ന് അവളുടെ കാലിലായിട്ട് ഇട്ട് കൊടുക്കാണ്. ഫർഹാനയും ചിരിച്ചുകൊണ്ട് സന്തോഷത്തോടുകൂടി ജോലിക്ക് പോകാണ്. അവളുടെ ഏരിയയിൽ നിന്ന് ഒരു മെട്രോ കയറിയാൽ മാത്രം മതി ഓഫീസിലെത്തും. അവള് ജോലി ചെയ്യുന്ന ആ ഒരു സെയിം സ്ഥലത്ത് തന്നെയാണ് സോഫിയ എന്ന് പറഞ്ഞ ആ ഒരു പെണ്ണുണ്ടായിരുന്നില്ലേ നമ്മ മൂവിയുടെ തുടക്കത്തിൽ കണ്ടത്, അവളും ജോലി ചെയ്യുന്നത്. ദിവസങ്ങൾ പോകെ ഫർഹാന ഈ ജോലി നന്നായി തന്നെ ചെയ്യാൻ പഠിക്കുന്നുണ്ട്. ഇപ്പൊ ഒരു ദിവസം അവൾക്ക് ജോലി ഓഫർ ചെയ്ത ആ ഒരു കൂട്ടുകാരി ഉണ്ടായിരുന്നല്ലോ നിത്യ, അവൾക്ക് വേറെ ഒരു ഡിപ്പാർട്ട്മെന്റില് പ്രൊമോഷൻ ജോബ് കിട്ടിയിട്ടുണ്ടെന്നും ആ ഒരു സെക്ഷനിലേക്ക് പോകാണെന്നും പറയാണ്. അവിടെ സാലറി ഭയങ്കര കൂടുതലായിരുന്നു. അതുകൊണ്ട് തന്നെ ഫർഹാനയ്ക്കും ആ ഒരു സെക്ഷനിലേക്ക് പോകണമെന്ന് ഭയങ്കരമായിട്ട് ആഗ്രഹം ഉണ്ടായിരുന്നു. എന്നാൽ നിത്യ, നിനക്ക് അതൊന്നും സെറ്റ് ആവില്ല, നീ ഇവിടെ തന്നെ ഇരുന്നാ മതി എന്നാണ് ഫർഹാനയോട് പറയുന്നത്. കരീമിന്റെ ആ ഒരു കടയിലേക്ക് ഒരു പോലീസുകാരി ഷൂ വാങ്ങാനായിട്ട് വരുന്നുണ്ട്. ഒരുപാട് നാളുകൾക്ക് ശേഷം 1000 രൂപക്ക് ആ ഒരു കടയിൽ കച്ചവടം ഉണ്ടാവാണ്. ഫർഹാനയുടെ ചെറിയ കുട്ടിക്ക് ഹെൽത്തിന് ഭയങ്കരമായിട്ട് എന്തോ ഒരു പ്രോബ്ലം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുമ്പോൾ ഡോക്ടർ ഉടനെ തന്നെ ഒരു ഓപ്പറേഷൻ വേണമെന്ന് പറയാണ്. അവരുടെ കയ്യിൽ പൈസ ഒന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ കടം വാങ്ങാത്ത ആ ഒരു കുടുംബം ഒരുപാട് പേരുടെ കയ്യിൽ നിന്ന് കടം വാങ്ങാനായിട്ട് തുടങ്ങാണ്. ഓപ്പറേഷൻ കഴിഞ്ഞാലും മെഡിക്കൽ ചെലവെന്ന് പറഞ്ഞ് ഭയങ്കര ചെലവുകൾ ഉള്ളതുകൊണ്ട് തന്നെ ഫർഹാന അവളുടെ കയ്യിൽ ഉണ്ടായിരുന്ന പൈസ മുഴുവൻ ഈ കുട്ടിക്ക് വേണ്ടി ചെലവഴിക്കുന്നുണ്ട്. ഇനി എന്തായാലും ഈ ഒരു 25,000 രൂപ സാലറിയിൽ കുടുംബം ഓടിക്കാൻ പറ്റില്ല എന്ന് വിചാരിച്ച ഫർഹാനയും അവളുടെ ഫ്രണ്ട് ആയിട്ടുള്ള നിത്യയുടെ അടുത്ത് ചെന്നിട്ട് അവളുടെ സിറ്റുവേഷൻ ഒക്കെ വിശദീകരിച്ച് പറഞ്ഞു കൊടുത്തതിന് ശേഷം വേറെ ആ ഒരു ഡിപ്പാർട്ട്മെന്റിലേക്ക് മാറ്റണമെന്നും എത്ര കഠിനായി ജോലിയാണെങ്കിലും കുഴപ്പമില്ല, ഞാൻ ചെയ്തോളാം എന്നും എനിക്ക് പൈസക്ക് അത്യാവശ്യമാണെന്നൊക്കെ പറയുന്നുണ്ട്. നിത്യ ഫർഹാനയെ കൊണ്ടുപോയി ആ ഒരു മാനേജർക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. മാനേജറും അതിന് സമ്മതിച്ച് ഫർഹാനയോട് ആ ഒരു ജോലി ചെയ്യാനായിട്ട് ആവശ്യപ്പെടാണ്. അവൾക്ക് ആ ഒരു ജോലി ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിലും ഒരാഴ്ച എന്തായാലും അത് കംപ്ലീറ്റ് ചെയ്തേ പറ്റൂ. അതായിരുന്നു ആ ഒരു കമ്പനിയുടെ റൂൾ. ഫർഹാനയും അങ്ങനെ ആ ഒരു ഡിപ്പാർട്ട്മെന്റിൽ ജോലിക്ക് കയറുന്നുണ്ട്. ആ ഒരു സമയത്ത് ഒരു പയ്യന്റെ കോള് വരാണ്. ആ ഒരു പയ്യന്റെ കോള് നിത്യയാണ് അറ്റൻഡ് ചെയ്യുന്നത്. നിത്യ കോൾ എടുത്ത ഉടനെ തന്നെ ഹലോ ഫ്രണ്ട്, എന്താണ് നിങ്ങൾക്ക് വേണ്ടതെന്ന് ഭയങ്കരമായിട്ട് കൊഞ്ചു കൊഴഞ്ഞ് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ ഒരു പയ്യനാന്ന് വെച്ചാല് നീ ഏത് ഡ്രസ്സാണ് ഇട്ടിരിക്കുന്നത്, ഡ്രസ്സിന്റെ ഉള്ളിൽ എന്താ ഇട്ടിരിക്കുന്നതെന്ന് ഇങ്ങനെ ചോദിച്ചുകൊണ്ടേയിരിക്കുകയാണ്. നിത്യ അതിനെ അഡ്ജസ്റ്റ് ചെയ്ത് മറുപടി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് ശരിക്കും ഫർഹാനക്ക് മനസ്സിലാവുന്നത് 56565 എന്ന് പറഞ്ഞ ഒരു നമ്പറിലേക്ക് കോൾ ചെയ്താൽ മതി, അവിടെ ഒരു 10-40 പെമ്പിള്ളേര് കോൾ അറ്റൻഡ് ചെയ്യാനായിട്ട് ഇരിക്കുന്നുണ്ട്. അവിടേക്ക് സെക്സ് ടോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രം ഒരുപാട് ആണുങ്ങളെ വിളിക്കും. ആ ഒരു ആണുങ്ങളോട് ഒരുപാട് സംസാരിച്ചുകൊണ്ടിരിക്കണം. അതും അവർക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ സംസാരിച്ചു
സംസാരിച്ചുകൊണ്ടിരിക്കണം. അങ്ങനെ അവര് കസ്റ്റമേഴ്സ് ആയിട്ട് എടുക്കണം. അങ്ങനെ കുറെ നേരം സംസാരിച്ചിട്ടുണ്ടെങ്കിൽ എത്രത്തോളം അവരോട് സംസാരിക്കുന്നതനുസരിച്ച് ഇവർക്ക് സാലറി കൂട്ടുകയും ഇൻക്രിമെന്റ് കിട്ടുകയും ഒക്കെ ചെയ്യും. ഇതാണ് അവളുടെ ജോലി എന്നുള്ളത് ഫർഹാന മനസ്സിലാക്കുന്നുണ്ട്. ഇതാണ് ഫർഹാനക്ക് ശരിക്കും ഛർദ്ദിക്കാൻ വരാണ്. എന്തായാലും വേഗം തന്നെ ഡിപ്പാർട്ട്മെന്റ് മാറണമെന്ന് അവള് കരുതുന്നുണ്ട്. ഫർഹാന ഈയിടെ ആയിട്ട് ഭയങ്കരമായിട്ട് മൂഡ് ഔട്ട് ആയിട്ട് ഇരിക്കുന്നത് കരീം ശ്രദ്ധിക്കുന്നുണ്ട്. കസ്റ്റമേഴ്സ് ചീത്ത പറയുന്നോ എന്ന് കരുതിയിട്ട് നീ മൂഡ് ഔട്ട് ആവേണ്ട ആവശ്യമൊന്നും ഇല്ലാന്നും. എത്ര വർഷമായി ഞാൻ ഈ ഒരു ചെരുപ്പ് കടയിൽ ജോലി ചെയ്യുന്നു. 1000 പേർക്കെങ്കിലും ഞാൻ ചെരുപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ചിലവർക്ക് അത് ഇഷ്ടപ്പെടും, ചിലർക്ക് ഇഷ്ടപ്പെടില്ല, ചീത്ത ഒക്കെ പറയും. പക്ഷെ നമ്മൾ ജോലിയിലേക്ക് കയറിയാല് പിന്നെ സെൽഫ് റെസ്പെക്റ്റും അഭിമാനം ഒന്നും നോക്കിയിരുന്നിട്ട് കാര്യമില്ല. നമുക്ക് പൈസയാണ് വേണ്ടത്. നിന്റെ ജോലി കഴിഞ്ഞതിന് ശേഷം ഈ അഭിമാനവും സെൽഫ് റെസ്പെക്റ്റും ഒക്കെ വെച്ചോളാനായിട്ട് പറയുന്നുണ്ട്. ഈ ഒരു ഡയലോഗ് അവൾക്ക് വലിയ മോട്ടിവേഷൻ ആവാണ്. എന്ത് വന്നാലും സാരില്ല, എങ്ങനെയെങ്കിലും ഈ ഒരു ജോലി തന്നെ കണ്ടിന്യൂ ചെയ്യാമെന്ന് അവള് കരുതുന്നുണ്ട്. ഇപ്പൊ ഭയങ്കര ധൈര്യത്തോടു കൂടി ഫർഹാന വന്ന് ഫോണില് സംസാരിക്കാനായിട്ട് തുടങ്ങാണ്. ആ ഒരു കമ്പനിയില് ചെറിയ ചെറിയ റൂൾസ് ഒക്കെ ഉണ്ടായിരുന്നു. സംസാരിക്കുന്ന ആൾക്കാരോട് അവരുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് ഒന്നും തന്നെ പറയാനായിട്ട് പാടില്ല. അവരുടെ പേര്, കോണ്ടാക്ട് ഡീറ്റെയിൽസ്, വീട്, അങ്ങനെയുള്ള സംഭവങ്ങൾ ഒന്നും ഡിസ്കസ് ചെയ്യാൻ പാടില്ലായിരുന്നു. ജസ്റ്റ് അവരുടെ കൂടെ കുറെ നേരം സംസാരിച്ചാൽ മാത്രം മതി. പക്ഷെ ഫർഹാനക്ക് വിളിച്ച എല്ലാ പേരും അവളോട് ഭയങ്കര മോശമായിട്ടാണ് സംസാരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവൾക്ക് നല്ലപോലെ സംസാരിക്കാനായിട്ട് പറ്റുന്നുണ്ടായിരുന്നില്ല. കൂട്ടത്തിലെ വയസ്സായ ആൾക്കാർ വരെ വിളിച്ച് മോശം രീതിയിലായിട്ട് സംസാരിക്കുകയാണ്. അത് അവൾക്ക് ഒട്ടും തന്നെ സഹിക്കുന്നുണ്ടായിരുന്നില്ല. ആക്ച്വലി അവിടെ സംസാരിക്കുന്ന എല്ലാ കോളുകളും റെക്കോർഡ് ചെയ്യുന്നുണ്ടായിരുന്നു. അത് നിരീക്ഷിക്കാനായിട്ട് 3 പേര് വേറെ ഉണ്ടായിരുന്നു. അതായത് ഈ പെണ്ണുങ്ങൾ സംസാരിക്കുമ്പോൾ എന്തെങ്കിലും മിസ്റ്റേക്സ് പറയുന്നുണ്ടോ, അവരുടെ പേഴ്സണൽ ഇൻഫോർമേഷൻസ് ഒക്കെ ഡിസ്കസ് ചെയ്യുന്നുണ്ടോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ് ഇവരെല്ലാവരുടെ കോളും നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നത്. അതില് ഒരു രാഹുൽ എന്ന് പറഞ്ഞ പയ്യൻ ഉണ്ടായിരുന്നു. ആ ഒരു പയ്യനാന്ന് വെച്ചാൽ ഫർഹാനയോട് ഒരു പ്രത്യേക ഇഷ്ടം ഉണ്ടായിരുന്നു. ഒരു ചേച്ചിയെ പോലെ, അവന്റെ ഒരു റിലേറ്റീവിനെ പോലെ തന്നെ. അതുകൊണ്ട് തന്നെ ഫർഹാൻ ചെയ്യുന്ന കോളൊക്കെ രാഹുല് നന്നായി തന്നെ ശ്രദ്ധിക്കുന്നുണ്ട്. ഒരു ദിവസം ഫർഹാനക്ക് ഒരാളുടെ കോൾ വരുന്നുണ്ട്. അയാള് പച്ചക്ക് അവളോട് സംസാരിക്കാണ്. ആ ഒരു സമയത്ത് അവൾക്ക് അതിനുള്ള റിപ്ലൈ കൊടുക്കാനായിട്ട് പറ്റുന്നില്ല. ഉള്ള മൂടും കളഞ്ഞു എന്നും പറഞ്ഞ് അയാൾ ഭയങ്കര ദേഷ്യത്തോടുകൂടി ഫോൺ കട്ട് ചെയ്യാനായിട്ട് പോവാണ്. ഇവൾക്കാന്ന് വെച്ചാൽ ഇത് താങ്ങാൻ പറ്റാതെ അവൾ നന്നായി തന്നെ കരയുന്നുണ്ടായിരുന്നു. ആ ഒരു സമയത്ത് അവൾക്ക് വേറെ ഒരു കോളും കൂടി വരാണ്. കണ്ണീരെല്ലാം തുടച്ച് അവൾ ആ ഒരു കോളും അറ്റൻഡ് ചെയ്യുന്നുണ്ട്. എതിർവശത്തുണ്ടായിരുന്ന ആ ഒരാള് ഹലോ പറയാണ്. ആള് നല്ല രീതിയിൽ തന്നെ അവളോട് സംസാരിക്കാനായിട്ട് തുടങ്ങാണ്. നല്ല ഒരു സൗണ്ട് ആയിരുന്നു ആളുടേത്. ഞാൻ നിന്നോട് മോശം രീതിയിലൊന്നും സംസാരിക്കില്ലാന്നും, മനസ്സ് ശരിയല്ല, അതുകൊണ്ടാണ് ഞാൻ കോൾ ചെയ്തത്. എനിക്ക് ആരോടെങ്കിലും ഒക്കെ ഒന്ന് സംസാരിച്ചിരുന്നാൽ മാത്രം മതി എന്ന് പറയാണ്. ഇതുവരെ ഫർഹാന ഒരു 100-ലധികം കോളുകൾ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ ആരും തന്നെ അവളോട് മനസ്സ് ശരിയല്ല, അതുകൊണ്ടാണ് വിളിച്ചതെന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അത് കേട്ട ഉടനെ അയാളുമായിട്ട് അവൾക്ക് ഒരു കണക്ഷൻ തോന്നുന്നുണ്ട്. അങ്ങനെ സംസാരിച്ച് അവര് തമ്മിൽ ലിങ്ക് ആവുന്നുണ്ട്. ഫർഹാന ജോലി കഴിഞ്ഞ് പോകുമ്പോ പോലും അവളുടെ ഹസ്ബൻഡ് ആയിട്ടുള്ള കരീം അവളോട് ഇത്ര നന്നായിട്ട് സംസാരിക്കാറുണ്ടായിരുന്നില്ല. പക്ഷെ ഈ ഒരാള് അവളോട് സുഖാണോന്നും നല്ല രീതിയിൽ തന്നെ സംസാരിക്കുന്നത് കൊണ്ട് തന്നെ അവൾക്ക് ആ ഒരു രീതി ഇഷ്ടപ്പെടുന്നുണ്ട്. അയാളുടെ കൂടെ സംസാരിച്ചിരുന്നിട്ട് വീട്ടിലേക്ക് ഇപ്പൊ അവൾ എത്താനായിട്ട് 10 മണി വരെ ആവുന്നുണ്ട്. അന്ന് അവളുടെ കുട്ടിയുടെ ബർത്ത്ഡേ ആയിരുന്നു. അവൾ അതുപോലും മറന്നിട്ടുണ്ടായിരുന്നു. ഇപ്പൊ പിറ്റേ ദിവസം ഫർഹാന സ്ഥിരം പരിപാടി പോലെ തന്നെ ഈ ഒരു ജോലിക്ക് പോകുന്നുണ്ട്. ആ ഒരു സമയത്ത് ഒരു കോള് വരാണ്. സെയിം ആ ഒരാൾ തന്നെയായിരുന്നു ആ ഒരു കോളിൽ ഉണ്ടായിരുന്നത്. ആളുടെ സൗണ്ട് കേട്ടപ്പോഴാണ് അവൾക്ക് ശരിക്കും സമാധാനമായത്. കാരണം അവൾക്ക് വിളിക്കുന്ന കോളുകളിൽ ഇയാൾ മാത്രമേ അവളോട് നല്ല രീതിയിൽ സംസാരിക്കാറുണ്ടായിരുന്നുള്ളൂ. ആ ഒരാളോട് ഫർഹാന അവളുടെ പേര് ഇഷാന്ന് നോണ പറയാണ്. അവളും അയാളോട് പറയാണ്, ഇന്നലെ ഞാൻ വീട്ടിലേക്ക് പോകുന്ന സമയത്തെല്ലാം നിങ്ങളെ കുറിച്ച് തന്നെയായിരുന്നു ആലോചിച്ചുകൊണ്ടിരുന്നത്. നിങ്ങളുടെ സൗണ്ട് എനിക്ക് നന്നായി തന്നെ ഫീൽ ചെയ്യാനായിട്ട് പറ്റുന്നുണ്ടെന്നെല്ലാം അവൾ അവളുടെ മനസ്സ് തുറന്ന് ഇഷ്ടത്തോടുകൂടി സംസാരിക്കുകയാണ്. അങ്ങനെ ഫർഹാനയുടെ ഒരാഴ്ചത്തെ ട്രെയിനിങ് പീരീഡ് അവസാനിക്കുന്നുണ്ട്. എന്നാലും അയാളോട് സംസാരിക്കണം എന്നുള്ള ആ ഒരു ഒറ്റ കാരണം കൊണ്ട് അവൾ വീണ്ടും ആ ഒരു ഡിപ്പാർട്ട്മെന്റിൽ തന്നെ ജോയിൻ ചെയ്യാം. അയാൾ വന്ന് വിളിച്ചിട്ട് അവളോട് പറയാണ്, ഡിപ്പാർട്ട്മെന്റ് മാറി നീ പോകുമെന്നാണ് വിചാരിച്ചത്, പക്ഷെ നീ പോയില്ലല്ലോ, എന്റെ കൂടെ ഉണ്ടാവുമെന്ന് എനിക്ക് ഉറപ്പായി എന്നൊക്കെ. പിന്നീട് അവരങ്ങോട്ട് ദിവസേന സംസാരിക്കാനായിട്ട് തുടങ്ങാണ്. നിത്യയോട് അവളെ ഈ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടെങ്കിലും അവൾക്ക് ഇത് വിശ്വസിക്കാനേ പറ്റുന്നുണ്ടായിരുന്നില്ല. ഫർഹാന ഇപ്പൊ ജോലിയിൽ ഭയങ്കര ആത്മാർത്ഥത കാട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഇയാളോട് ഇങ്ങനെ സംസാരിച്ച സമയം കളയുന്നതുകൊണ്ട് അവളുടെ സാലറിയും ഇൻക്രിമെന്റും ഒക്കെ ഒരുപാട് കൂടുന്നുണ്ട്. അവൾ ഇഷ്ടത്തോടുകൂടി അയാളോട് സംസാരിക്കുന്നതുകൊണ്ട് അതിന്റെ പ്രതിഫലമായിട്ട് അവൾക്ക് സാലറി കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഒരു ദിവസം ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയിൽ ഫർഹാന അല്ല എന്ന് വിളിക്കുന്നുണ്ട്. ആ ഒരാൾക്കും ഫർഹാന ഒരു മുസ്ലിം പെൺകുട്ടിയാണെന്നുള്ള കാര്യം മനസ്സിലാവാണ്. ഇപ്പൊ ആളുടെ വീട്ടിലേക്ക് ഒരു വേലക്കാരി വരുന്നുണ്ട്. ആ സമയത്ത് ഫർഹാനയോട് ഞാൻ ഫോൺ കട്ട് ചെയ്യുന്നില്ലാന്നും വേറെ കോളൊന്നും നീ അറ്റൻഡ് ചെയ്യണ്ട, ഒരു കാര്യം ചെയ്യും, നീ കുറച്ചു നേരം റെസ്റ്റ് ചെയ്തോ, ഞാൻ കണക്ഷനിൽ ഉള്ളതുകൊണ്ട് തന്നെ വേറെ കോൾസ് വരെയില്ല, നിനക്ക് സാലറിയും കിട്ടും എന്ന് പറഞ്ഞ അയാള് ഫോൺ കണക്ട് ചെയ്തോണ്ട് തന്നെ ഫർഹാന കുറെ നേരം റെസ്റ്റ് എടുക്കുന്നുണ്ട്. അവൾ ഇപ്പോഴാണ് അവളുടെ ജീവിതം ഹാപ്പി ആയിട്ട് ജീവിക്കാനായിട്ട് തുടങ്ങുന്നത്. ഇന്ന മെട്രോയിലാണ് അവൾ കയറുന്നതെന്ന് ഫർഹാന ഒരാളോട് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അവിടെ ഇരിക്കുന്ന പിച്ചക്കാരുടെ കയ്യിൽ ഫർഹാനക്ക് കൊടുക്കാൻ പറഞ്ഞ് ഒരു ഗിഫ്റ്റ് അയാളെ ഏൽപ്പിക്കുന്നുണ്ടായിരുന്നു. അവളും അത് സന്തോഷത്തോടുകൂടി സ്വീകരിക്കാണ്. അതൊരു മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ് ആയിരുന്നു. ഇപ്പൊ അയാളോട് സംസാരിക്കാനുള്ള ആ ഒരു ധൃതിക്ക് ഫർഹാന നേരത്തെ തന്നെ ജോലിക്ക് പോകുന്നുണ്ട്. അവളുടെ ഹസ്ബൻഡ് ആയിട്ടുള്ള കരീം ശ്രദ്ധിക്കും.
വിളിക്കുന്നുണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ 2-3 ദിവസമായിട്ട് ആ ഒരാൾ അവൾക്ക് വിളിക്കുന്നുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ അവൾക്ക് പേഴ്സണൽ ആയിട്ട് ഒരു ഫോൺ വേണമെന്ന് തീരുമാനിക്കുകയാണ്. കാരണം ഇങ്ങനെ ഇയാൾ വിളിക്കാതിരിക്കുന്ന സമയത്ത് അയാൾ അങ്ങോട്ട് വിളിക്കാനായിട്ട് അവളുടെ ഫ്രണ്ട് ആയിട്ടുള്ള ആ ഒരു സോഫിയ എന്ന് പറഞ്ഞ പെണ്ണിനെയും കൂട്ടിക്കൊണ്ട് അവള് ഫോൺ വാങ്ങാനായിട്ട് പോകുന്നുണ്ട്. അങ്ങനെ വീട്ടിലെ ഭർത്താവും ആരും അറിയാതെ അവള് പേഴ്സണൽ ആയിട്ട് ഒരു ഫോൺ വാങ്ങാണ്. ഫർഹാൻ അതൊക്കെ കഴിഞ്ഞ് വീട്ടിലെത്തുന്ന സമയത്ത് ന്യൂസ് പേപ്പറിൽ ഒരു വാർത്ത കാണാണ്. ഒരു മ്യൂസീഷ്യൻ ആത്മഹത്യ ചെയ്തു എന്ന് പറഞ്ഞിട്ട്. ഈ ഒരാള് മ്യൂസീഷ്യൻ ആയിരുന്നു എന്ന് ഫർഹാനക്ക് അറിയായിരുന്നു. ഇനിയിപ്പോ അയാൾ എങ്ങാനും ആണോ ആത്മഹത്യ ചെയ്തിരിക്കുന്നതെന്ന് ഫർഹാനക്ക് പേടിയാവുന്നുണ്ട്. അവളിപ്പോ ഭയങ്കര ടെൻഷനോടുകൂടിയൊക്കെയാണ് ഇതും ചിന്തിച്ചുകൊണ്ട് ജോലിക്കെല്ലാം പോകുന്നത്. നിത്യയോട് ഇതിനെ കുറിച്ച് പറഞ്ഞ് ഫർഹാന വിഷമിച്ചിരിക്കുന്ന സമയത്ത് ആ ഒരാള് കറക്റ്റ് ആയിട്ട് കോൾ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവൾക്ക് ഭയങ്കരമായിട്ട് സന്തോഷാവുന്നുണ്ട്. അവൾ എത്രത്തോളം അയാളെ മിസ് ചെയ്തു എത്രത്തോളം അയാളെ സ്നേഹിക്കുന്നുണ്ടെന്നും ആ ഒരു ഫീലിങ്സ് എല്ലാം ഫർഹാൻ അയാളുടെ മുന്നിൽ തന്നെ എക്സ്പ്രസ് ചെയ്യാണ്. ഇനി എനിക്ക് ഒരു ദിവസം പോലും വിളിക്കാതെ ഇരിക്കരുതെന്നും എനിക്ക് ഇപ്പൊ തന്നെ നിങ്ങളെ കാണണമെന്നും ഫർഹാന പറയാണ്. പിറ്റേ ദിവസം റംസാൻ ആയിരുന്നു. ആ ഒരു റംസാന് ഫുഡ് എല്ലാം ഉണ്ടാക്കി ഫർഹാന അയാളെ കാണാനായിട്ട് പോകാമെന്ന് തീരുമാനിക്കുന്നുണ്ട്. സോഫിയ എന്ന് പറഞ്ഞ ആ ഒരു പെൺകുട്ടി ഭയങ്കര പ്രായമായിട്ടുള്ള ഒരാളായിട്ട് ഡേറ്റിങ്ങിനായിട്ട് പോകുന്നുണ്ട്. ഫർഹാൻ ഇപ്പൊ വീട്ടിലേക്ക് വരാണ്. വീട്ടില് റംസാന് വേണ്ടിയിട്ടുള്ള ആ ഒരു അറേഞ്ച്മെന്റ്സ് ഒക്കെ ചെയ്യുന്നുണ്ട്. പുതിയ ഡ്രസ്സ് എല്ലാം വാങ്ങുന്നുണ്ട്. അങ്ങനെ അവരെല്ലാവരും സന്തോഷത്തോടുകൂടി ഇരിക്കുകയാണ്. വീട്ടിലെല്ലാവരും കൂടെ ബീച്ചിലേക്ക് പോകാമെന്ന് പറയുന്നുണ്ട്. എന്താ ഫർഹാന അവൾക്ക് തീരെ സുഖമില്ല, ശരീരത്തിനൊന്നും തീരെ വയ്യ, അതുകൊണ്ട് കുറച്ചു നേരം ഉറങ്ങണം എന്ന് പറഞ്ഞ് ഈ വീട്ടുകാരുടെ കൂടെ അവള് പോകുന്നില്ല. വീട്ടിലുള്ള എല്ലാവരും കൂടി ബീച്ചിലേക്ക് പോകുന്നുണ്ട്. ആ ഒരു ഗ്യാപ്പ് നോക്കി അവള് പർദ്ദ ഇട്ടതിന് ശേഷം ബിരിയാണി നിന്ന് കുറച്ച് ലഞ്ച് ബോക്സിലായിട്ട് പാക്ക് ചെയ്ത് ആ ഒരാളെ കാണാനായിട്ട് പോകുന്നുണ്ട്. അങ്ങനെ റോഡിലൂടെ അവള് നടന്നു പോകുന്ന സമയത്ത് അവളുടെ ഭർത്താവായിട്ടുള്ള കരീം വയ്യാന്ന് പറഞ്ഞ് വീട്ടിലിരുന്നിരുന്ന തന്റെ ഭാര്യ റോഡിലൂടെ നടന്നു പോകുന്നത് കാണാണ്. അവൾക്കല്ല വയ്യാന്ന് പറഞ്ഞ് ഉറങ്ങണം എന്നൊക്കെ പറഞ്ഞ് പിന്നെ ഇങ്ങോട്ടാണ് അവള് പോകുന്നതെന്ന് വിചാരിച്ച് കരീമ അവളെ ഫോളോ ചെയ്യാനായിട്ട് തുടങ്ങാണ്. ഇപ്പൊ ഒരു മെട്രോയിൽ കയറി അവൾക്ക് എത്തേണ്ട ആ ഒരു സ്ഥലം എത്തിയപ്പോ അവിടെ ഇറങ്ങിയതിന് ശേഷം ഒരു കസാരയിൽ ആ ഒരാളെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അവൾക്ക് വേറൊരു കോൾ വരുന്നുണ്ട്. ഇതെല്ലാം കണ്ടുകൊണ്ട് അകലെ അവളുടെ ഭർത്താവ് നിൽക്കുന്നുണ്ടായിരുന്നു. ആക്ച്വലി ആ ഒരു കോൾ വന്നത് എന്താന്ന് വെച്ചാൽ അവളുടെ കൊളീഗായിട്ടുള്ള സോഫിയ കൊല്ലപ്പെട്ടു എന്ന് പറയാനായിട്ടാണ്. ആരും അവളെ കൊന്നിട്ടുണ്ടായിരുന്നു. സംഭവം എന്താന്ന് വെച്ചാൽ ഇവള് ഡേറ്റിങ്ങിനായിട്ട് ഒരാളുടെ കൂടെ പോയില്ലായിരുന്നു. അയാളും പിന്നെ നമ്മ മൂവിയുടെ തുടക്കത്തിൽ കണ്ട കുറച്ച് ജോക്കേഴ്സിന്റെ വേഷിട്ട് ആൾക്കാരുണ്ടായിരുന്നല്ലോ, അവരൊക്കെ ഒരു ഗ്യാങ് ആയിരുന്നു. ഇവരെല്ലാവരും കൂടി ട്രാപ്പ് ചെയ്ത് സോഫിയനെ ആ ഒരു റൂമിലേക്ക് വരുത്തിപ്പിച്ച് അവിടെ നടന്ന പിടിയും വലിയുടെ ഇടയിൽ ഒരു സൂചി കുത്തിക്കേറിയാണ് അവള് മരിച്ചിട്ടുള്ളത്. ഈ ഒരു വയസ്സായ മനുഷ്യൻ കോൾ സെന്ററിലേക്ക് വിളിച്ചിട്ടാണ് സോഫിയക്ക് അയാളുമായിട്ട് പരിചയമായത്. അയാളുടെ സൗണ്ട് നല്ലതാണ്, നല്ല രീതിയിലാണ് സംസാരിക്കുന്നതെന്ന് കരുതിയിട്ടാണ് സോഫിയ അയാളുമായിട്ട് ഡേറ്റിങ്ങിന് തുടങ്ങിയത്. പക്ഷെ അയാളും കൂടി അറിഞ്ഞിട്ടാണ് സോഫിയനെ ഇങ്ങനെ ഒരു ട്രാപ്പ് ചെയ്ത് കൊലപ്പെടുത്തിയത്. ഇത് കേട്ട ഫർഹാനയും താനും ഇങ്ങനെ തന്നെയാണല്ലോ, അറിയാത്ത ഒരാളെ കാണാൻ വേണ്ടിയിട്ടാണ് എല്ലാ ഡീറ്റെയിൽസും പറഞ്ഞു കൊടുത്ത് ഇപ്പൊ ഇവിടേക്ക് വന്നിരിക്കുന്നത്. ഇനി അയാളെങ്ങാനും ഈ ഒരു സൈക്കോ കില്ലേഴ്സിൽ പെട്ട ആൾക്കാരാണോ, അയാൾ തന്നെ എന്തെങ്കിലും ചെയ്യുമെന്ന് പേടിച്ച ഫർഹാന ആ ഒരു ടൈമിൽ വന്ന ആ ഒരു മെട്രോയിൽ കയറി അവിടെ നിന്ന് പോകുന്നുണ്ട്. അവള് പോകുന്ന വഴിക്ക് ആ ഒരു ലഞ്ച് ബോക്സ് എടുക്കുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ അവള് വീട്ടിലേക്ക് വേഗം തന്നെ പോകുന്നുണ്ട്. പക്ഷെ ഫർഹാന വീട്ടിലെത്തിയ സമയത്ത് അവിടെ കുറെ പോലീസുകാരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. എന്താണ് കാര്യം എന്ന് തിരക്കുമ്പോ നിങ്ങളുടെ കൊളീഗായിട്ടുള്ള സോഫിയ കൊല്ലപ്പെട്ടു എന്നും അതിന്റെ അന്വേഷണത്തിന്റെ ഭാഗമായിട്ടാണ് ഇവിടെ വന്നതെന്നും ആ ഒരു പോലീസുകാർ പറയാം. സോഫിയയുടെ പേഴ്സിൽ നിന്ന് ഇവളുടെ ആധാർ കാർഡ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അതെങ്ങനെയാണ് അവളുടെ പേഴ്സിൽ വന്നതെന്ന്, നിങ്ങൾ തമ്മിൽ എന്താണ് കണക്ഷൻ എന്നും പോലീസുകാർ ചോദിക്കുന്നുണ്ട്. ആ സമയത്ത് ഫർഹാനയും പറയാണ് അവൾ ഒരു ഫോൺ എടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ സിം എടുക്കാനായിട്ട് പോകുന്ന സമയത്താണ് ആധാർ കാർഡ് സോഫിയയുടെ പേഴ്സിൽ പെട്ടുപോയതെന്ന്. ഫർഹാനയുടെ കയ്യിൽ ഒരു ഫോൺ ഉണ്ട് എന്നുള്ള കാര്യം പോലും ഇപ്പൊ അവളുടെ ഭർത്താവും വീട്ടുകാരും അറിയാണ്. ഇതിനു മുമ്പ് അവർക്ക് അതിനെ പറ്റി യാതൊരു വിവരവും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ വീട്ടിൽ എല്ലാവർക്കും ടെൻഷൻ ആവുന്നുണ്ട്. ഏറ്റവും കൂടുതൽ കരീമിന്റെ വാപ്പ ഭയങ്കരമായിട്ട് ചൂടായിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ വീടിന്റെ മുറ്റത്ത് പോലീസുകാർ വന്ന് ഇങ്ങനെ അന്വേഷണം നടത്തുന്നുണ്ടെങ്കിൽ എന്തൊരു നാണക്കേടാണെന്നും പറഞ്ഞ് കരീമിന്റെ വാപ്പ ഫർഹാനയുടെ മുഖത്തായിട്ട് കാറിത്തുപ്പാണ്. ഇപ്പൊ ഫർഹാന ഭയങ്കര ടെൻഷനിലായിരുന്നു. ഇതും കൂടി ആയതോടുകൂടി അവളുടെ ടെൻഷൻ ഇരട്ടിയാവാണ്. ഫർഹാന അവളുടെ ഫ്രണ്ട് നിത്യയോട് ഞാൻ ഇനി മുതൽ ജോലിക്ക് വരുന്നില്ല എന്ന് പറയാണ്. പക്ഷെ ഇത് കേട്ട ഭർത്താവ് അവളുടെ അടുത്ത് വന്നതിന് ശേഷം ഇനി മുതൽ നീ ജോലിക്ക് പോയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഈ വീട്ടിലുള്ളവരെല്ലാവരും നീ എന്തോ തെറ്റ് ചെയ്തിട്ടുണ്ടെന്നാണ് കരുതുക. അതുകൊണ്ട് നീ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടോ എന്ന സംശയത്തോടുകൂടി ചോദിക്കാം. ഫർഹാനയും ഇല്ല എന്ന് തലയാടുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ പിന്നെ നീ ജോലി നിർത്തേണ്ട കാര്യമൊന്നുമില്ല, നീ ജോലിക്ക് പൊക്കോളാനായിട്ട്. അങ്ങനെ ആ ഒരു ഭർത്താവ് അവൾക്ക് വേണ്ട മോട്ടിവേഷൻ എല്ലാം കൊടുക്കുന്നുണ്ട്. ഇപ്പൊ ഫർഹാനയെ ജോലി സ്ഥലത്ത് ഡ്രോപ്പ് ചെയ്യുന്നത് അവളുടെ ഭർത്താവ് തന്നെ ആയിരുന്നു. ഇപ്പൊ കമ്പനിയിൽ സോഫിയ എങ്ങനെ മരണപ്പെട്ടോണ്ട് തന്നെ ഒരുപാട് റൂൾസ് കൊണ്ടുവരാണ്. ഒരിക്കലും കസ്റ്റമേഴ്സിനോട് നിങ്ങളുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് ഒന്നും ഷെയർ ചെയ്യാൻ പാടില്ല. അഥവാ നിങ്ങൾ ഈ ഇൻഫോർമേഷൻസ് എന്തെങ്കിലും ഷെയർ ചെയ്തിട്ടുണ്ടെങ്കിൽ ഉടനെ തന്നെ കമ്പനി നിങ്ങളെ ജോലിയിൽ നിന്ന് പറഞ്ഞയക്കും. അത് മാത്രമല്ല
ഈ കാര്യങ്ങളൊക്കെ പോലീസിനെ ഇൻഫോം ചെയ്യുന്നെല്ലാം പറയാണ്. ഫർഹാന ചെന്നിട്ട് നിത്യയോട് പറയാണ് സോഫിയയുടെ സ്ഥാനത്ത് ഞാനായിരുന്നു ഉണ്ടാവേണ്ടത്, ഞാൻ അയാളുടെ ശബ്ദത്തിൽ മയങ്ങിട്ട് അയാളെ കാണാനായിട്ട് പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ നടന്ന കാര്യങ്ങളൊക്കെ നിത്യയോട് പറയുന്നുണ്ട്. ആ ഒരു സമയത്താണ് ആ ഒരാള് വീണ്ടും കോൾ ചെയ്യുന്നത്. കോൾ എടുത്ത പാടെ ആ ഒരാള് ചോദിക്കാണ്, ഇഷ ഞാൻ നിന്നെ ഒരുപാട് വെയിറ്റ് ചെയ്തു, നീ എന്താ ഇന്ന് വരാഞ്ഞത് എന്നൊക്കെ. അത് കേട്ട ഫർഹാനയും ഇനി മുതൽ എന്നോട് ഈ ഒരു രീതിയിൽ സംസാരിക്കേണ്ട ആവശ്യമില്ലാന്നും, ഞാൻ എന്റെ ജോലിയാണ് ചെയ്യുന്നത്, ഒരു ഫ്രണ്ടിനെ പോലെ സംസാരിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ മാത്രം സംസാരിച്ചാൽ മതി എന്നൊക്കെ. അത് കേട്ട അയാളും നീ എന്താ ഇങ്ങനൊക്കെ സംസാരിക്കുന്നത്, എന്റെ ഫീലിങ്സിന് ഒരു വിലയില്ലെന്ന് ചോദിക്കാണ്. എന്നാൽ ഇതിൽ ഒരു ഫീലിങ്സും ഇല്ലാന്നും ഇതെന്റെ ജോലി മാത്രമാണെന്ന് അവൾ പറഞ്ഞ് ഫോൺ ഡിസ്കണക്ട് ചെയ്യുന്നുണ്ട്. പിന്നീട് അവൾ ആ ഒരാളുടെ കോള് എടുക്കാതെ ആവാണ്. ബാക്കിയുള്ള എല്ലാവരും അവളോട് ഭയങ്കര മോശം രീതിയിൽ സംസാരിക്കുന്നതുകൊണ്ട് തന്നെ അവൾക്ക് ഈ ഒരു ജോലിയിൽ കണ്ടിന്യൂ ചെയ്യാനായിട്ട് പറ്റുന്നില്ല. അതുകൊണ്ട് തന്നെ അവൾ ആ ഒരു പഴയ ഡിപ്പാർട്ട്മെന്റിലേക്ക് തിരിച്ചു പോയാലോ എന്ന് കരുതുന്നുണ്ട്. അത് മാനേജറിനോടായിട്ട് പറയുമ്പോൾ ഒരാഴ്ച കൂടി നീ ഈ ജോലി തുടരേണ്ട വരുന്നും പിന്നീട് മാനേജ്മെന്റ് ആയിട്ട് ഡിസ്കസ് ചെയ്തതിന് ശേഷം നിന്നെ ആ ഒരു ഡിപ്പാർട്ട്മെന്റിലേക്ക് മാറ്റാമെന്നും പറയുന്നുണ്ട്. നാളുകൾ ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കുകയാണ്. അന്ന് ഫർഹാന മുഖത്തടിച്ച പോലെ ഇങ്ങനെ ചീത്ത പറഞ്ഞുകൊണ്ട് തന്നെ അവൾക്ക് ഉള്ളിൽ ഭയങ്കരമായിട്ട് കുറ്റബോധം തോന്നാണ്. അവൾക്ക് വീണ്ടും ആ ഒരാളെ മിസ് ചെയ്യാനായിട്ട് തുടങ്ങാണ്. ഫർഹാന നിത്യയോട് പറയാണ്, അന്ന് ഞാൻ ചീത്ത പറഞ്ഞാണ് അയാളെ പറഞ്ഞയച്ചത്, അത് പിന്നെ അയാളെ എനിക്ക് വിളിച്ചിട്ടില്ല, എനിക്ക് അയാളെ ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്നുണ്ട്, ഇനി അയാൾ വിളിച്ചിട്ടുണ്ടെങ്കിൽ എന്റെ നമ്പർ കൊടുത്ത് സാധാരണ പോലെ ഒരു ഫ്രണ്ട് ആയിട്ട് ഞാൻ സംസാരിക്കുന്നല്ല, ആ ഒരു ടൈമിൽ കറക്റ്റ് ആയിട്ട് ആ ഒരാള് വിളിക്കുന്നുണ്ട്. അവള് ഹലോ എന്ന് പറയാണ്, നിങ്ങൾക്ക് സുഖല്ലേ, നിങ്ങളെ ഒരുപാട് മിസ് ചെയ്തു എന്നും പറഞ്ഞ് അവള് തുടങ്ങുന്നുണ്ടെങ്കിലും പെട്ടെന്ന് അപ്പുറത്ത് നിന്ന് ഒരു ഭയങ്കര ഭീഷണി സ്വരത്തില് ഹലോ ഫർഹാന നിനക്ക് സുഖല്ലേ എന്നാണ് ചോദിക്കുന്നത്. അവളുടെ പേര് ഇഷ എന്നായിരുന്നല്ലോ അവള് പറഞ്ഞിരുന്നത്. അപ്പൊ എങ്ങനെയാണ് ഈ ഒരാള് ഫർഹാന എന്നുള്ള തന്റെ ആക്ച്വൽ നെയിം മനസ്സിലാക്കിയതെന്ന് ആലോചിച്ച് ഫർഹാന ഭയങ്കരമായിട്ട് ഷോക്ക് ആവുന്നുണ്ട്. നീ എന്താ വിചാരിച്ചത്, എന്നോട് നല്ലപോലെ സംസാരിക്കുന്നു, ബിരിയാണി കെട്ടിക്കൊണ്ട് തരാന്ന് പറയുന്നു, മീറ്റ് ചെയ്യാന്ന് പറയുന്നു, അങ്ങനെ ചെയ്യാ ഇങ്ങനെ ചെയ്യാന്നൊക്കെ പറഞ്ഞ് അവസാനം മറ്റുള്ള ആണുങ്ങളെ പോലെ തന്നെ എന്നെയും ചീപ്പായി കാണാൻ. നിന്റെ പേര് ഫർഹാന എന്നാണെന്നും നിനക്കൊരു ഹസ്ബൻഡും 3 കുട്ടികളും ഉണ്ട്, നിന്റെ വീട് ഇന്ന സ്ഥലത്താണെന്നും എല്ലാവരും കറക്റ്റ് ആയിട്ട് തന്നെ പറയാണ്. എന്തായാലും ഇപ്പൊ ഞാൻ മാറ്ററിലേക്ക് കിടക്കാം. ഇതുവരെ നമ്മൾ സംസാരിച്ചിരുന്ന എല്ലാ കാര്യങ്ങളും എന്റെ കയ്യിൽ റെക്കോർഡായിട്ടുണ്ട്, നിന്റെ ഭർത്താവിനൊന്ന് കേൾപ്പിച്ചു കൊടുക്കട്ടെ. അങ്ങനെ ഭയങ്കര ഭീഷണി സ്വരത്തില് അയാൾ സംസാരിക്കാനായിട്ട് തുടങ്ങാണ്. ഫർഹാനക്ക് എന്താണ് ഇതിന് മറുപടി പറയേണ്ടതെന്ന് പോലും അറിയുന്നുണ്ടായിരുന്നില്ല. ഈ ഒരു ടെൻഷനിൽ അവൾ വേഗം തന്നെ കോൾ ഡിസ്കണക്ട് ചെയ്തിട്ട് പർദ്ദ ഇടാതെ തന്നെ അവളുടെ വീട്ടിലേക്ക് വരുന്നുണ്ട്. ആ ഒരു സമയത്ത് അവളുടെ വീട്ടിലേക്ക് ഒരു കൊറിയർ വരാണ്. ഇഷ എന്ന് പറഞ്ഞ പേരിലായിരുന്നു ആ ഒരു കൊറിയർ വന്നിട്ടുള്ളത്. അവളുടെ ഭർത്താവും ഇഷ എന്ന് പറഞ്ഞ ഒരാളും ഇവിടെ ഇല്ലാന്ന് പറഞ്ഞ ആ കൊറിയർ തിരിച്ചുവിടാണ്. രാഹുൽ എന്ന് പറഞ്ഞ ആ ഒരു പയ്യനാന്ന് വെച്ചാല് അവളുടെ അടുത്ത് വന്നിട്ട് എല്ലാ കോളും അവൻ കേൾക്കുന്നുണ്ടായിരുന്നല്ലോ. അതുകൊണ്ട് തന്നെ പേടിക്കൊന്നും വേണ്ടാന്നും ഞാൻ മാനേജ്മെന്റിന്റെ അടുത്ത് കംപ്ലൈന്റ് ചെയ്തിട്ട് ഈ ഒരു വിഷയം ഇപ്പൊ തന്നെ നമുക്ക് പരിഹരിക്കാന്നെല്ലാം പറയുന്നുണ്ട്. എന്നാ ഫർഹാന ഇതെല്ലാം എന്റെ ഭാഗത്തു നിന്ന് വന്ന മിസ്റ്റേക്ക് ആണ്, ഞാനാണ് പേഴ്സണൽ ഇൻഫോർമേഷൻസ് ഒക്കെ ഷെയർ ചെയ്തത്, ഇതെങ്ങാനും മാനേജ്മെന്റ് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്റെ ജോലി പോകുള്ളൂ, അതുപോലെ തന്നെ എന്നെ പോലീസിന് പിടിച്ചു കൊടുക്കുകയും ചെയ്യും, അതുകൊണ്ട് ഈ ഒരു കാര്യം ഞാൻ തന്നെ ഡീൽ ചെയ്തോണ്ട് വേറെ പ്രശ്നമൊന്നുമില്ല എന്ന് പറഞ്ഞു പോവാണ്. നിത്യയോട് ഫർഹാന പറയാണ് അവളുടെ അടുത്ത് ആരോ നിന്ന് വാച്ച് ചെയ്യുന്നത് പോലെ അവൾക്ക് തോന്നുന്നുണ്ടെന്ന്. എല്ലാ കാര്യങ്ങളും ആ ഒരാൾ കറക്റ്റ് ആയിട്ടാണ് അവളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ ആ ഒരാൾ വിളിച്ചിട്ട് ഫർഹാനയോട് ഇന്നലെ എന്ത് ബിരിയാണി വാങ്ങാൻ ആ ഒരു കടയിലേക്ക് വന്നില്ലല്ലോ എന്നെല്ലാം ചോദിക്കുന്നുണ്ട്. ഇത് കേട്ട് ദേഷ്യം വന്ന അവളും ദേഷ്യത്തോടുകൂടി ഫോൺ കട്ട് ചെയ്ത് വീട്ടിലേക്ക് പോകാണ്. അവള് തിരിച്ച് വീട്ടിലേക്ക് പോകുന്ന സമയത്ത് അവൾ ആരോ ഫോളോ ചെയ്യുന്നത് പോലെ തോന്നുന്നുണ്ട്. കറുത്ത തുണിയെല്ലാം ധരിച്ച ഒരാളായിരുന്നു അത് ആരാണെന്ന് നോക്കിയാല് അത് അവളുടെ ഭർത്താവായിരുന്നു. ഇപ്പൊ അവളുടെ ഭർത്താവാണ് ഈ ഒരാളെന്ന് നമ്മൾ വിചാരിക്കുമെങ്കിലും ആക്ച്വലി അത് അവനായിരുന്നില്ല. അന്ന് ആ ഒരു പെരുന്നാളിന്റെ ദിവസം ഫർഹാന ഫുഡ് എല്ലാം കെട്ടി റോഡിലൂടെ പോകുന്നത് ഇവൻ കണ്ടിട്ടുണ്ടായിരുന്നല്ലോ. അന്ന് മുതൽ കരീമിന് എന്തോ അവളെ സംശയം തോന്നിയതുകൊണ്ട് അവളെ ഫോളോ ചെയ്യാനായിട്ട് തുടങ്ങിയതാണ്. സോ ഇതുകൊണ്ട് തന്നെ വീട്ടിൽ വന്ന ഫർഹാനയും ഭർത്താവും തമ്മിൽ ഭയങ്കരമായിട്ട് തല്ലുപിടിക്കാണ്. ഫർഹാന കരീമിനെ ഒരുപാട് ചീത്ത പറയുന്നുണ്ട്. കരീം ഒന്നും തന്നെ മിണ്ടാതെ അടുത്തുള്ള ആ ഒരു കബോർഡ് തുറന്നിട്ട് പോകാണ്. ഉള്ളിലേക്ക് നോക്കുമ്പോഴാണ് അന്ന് അവള് പാക്ക് ചെയ്ത് കൊണ്ടുപോയ ആ ഒരു ലഞ്ച് ബോക്സ് ഉണ്ടല്ലോ അത് ആ കബോർഡിന്റെ ഉള്ളിലായിട്ട് ഇരിക്കുന്നത് അവള് കാണുന്നത്. അങ്ങനെ തന്റെ ഭർത്താവിന് എല്ലാം മനസ്സിലായിട്ടുണ്ടെന്നുള്ള കാര്യം ഫർഹാന മനസ്സിലാക്കാണ്. ഇത് കണ്ട് ഫർഹാനയുടെ കണ്ണ് നിറഞ്ഞു പോകുന്നുണ്ട്. അന്ന് ആ ഒരാളെ മീറ്റ് ചെയ്യാതിരുന്നത് എത്രയോ നന്നായിരുന്നു, അന്ന് മീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ തന്റെ ഭർത്താവ് അത് കണ്ടേനെന്നല്ല ആലോചിച്ച് അവളെ ആശ്വസിക്കുകയാണ്. പിറ്റേ ദിവസം കരീം ഫർഹാനയെ അവളുടെ ഓഫീസിന് മുന്നിലായിട്ട് ഡ്രോപ്പ് ചെയ്യുന്നുണ്ട്. ഇത് ബാങ്കിലെ ലോണിനെ സംബന്ധിച്ച് സംസാരിക്കുന്ന ജോലിയല്ലേന്ന് അവൻ സംശയത്തോടുകൂടി അവളോട് ചോദിക്കുകയാണ്. അവളും അതേന്ന് പറഞ്ഞ് അവിടെ നിന്ന് പോകുന്നുണ്ട്. ഇപ്പൊ കരീമിന്റെ വാപ്പയാണെന്ന് വെച്ചാല് ഈ പെണ്ണുങ്ങളൊക്കെ ഇങ്ങനെ ജോലിക്ക് പോയി തുടങ്ങിയാല് വീട്ടിലുള്ള കുട്ടികളൊക്കെ ആര് നോക്കാനാണ്, നിങ്ങൾ പുറത്തിറങ്ങി ഇങ്ങനെ നടക്കുന്നതൊക്കെ ഭയങ്കര മോശമാണെന്നും ഇങ്ങനത്തെ പെണ്ണുങ്ങളൊന്നും വെച്ച് വാഴിപ്പിക്കരുതെന്നൊക്കെ പറഞ്ഞ് പെണ്ണുങ്ങളെ ചീത്ത പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇത് കേട്ട ഒരു ചേച്ചിയാന്ന്
വെച്ചാല് എന്റെ ഭർത്താവ് മരിച്ച സമയത്ത് ഞാനും ഇത് പറഞ്ഞ് വീട്ടിലിരുന്നിരുന്നെങ്കിൽ എന്റെ കുട്ടികൾ പട്ടിണിയായനെ. പെണ്ണ് ആണെന്ന് നോക്കിയൊന്നും ജോലിക്ക് പോകാനായിട്ട് പറ്റില്ല. ഇന്നത്തെ കാലത്ത് കുടുംബം മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിൽ പെണ്ണും ആണും ഒരുപോലെ ജോലിക്ക് പോകണം എന്നെല്ലാം പറഞ്ഞ് ആ ഒരു വാപ്പയെ തിരുത്തുന്നുണ്ട്. രാഹുല് ഫർഹാനയെ സഹായിക്കാൻ വേണ്ടിയിട്ട് ആ ഒരാൾ വിളിക്കുമ്പോഴല്ല അയാളുടെ കോള് ഡൈവേർട്ട് ചെയ്ത് വേറെ പെൺപിള്ളേർക്ക് അയച്ചു കൊടുക്കാണ്. അതുകൊണ്ട് തന്നെ ഇപ്പൊ അയാൾ വിളിക്കുമ്പോൾ സംസാരിക്കുന്നതെല്ലാം വേറെ പെൺപിള്ളേരായിരുന്നു. പെട്ടെന്ന് ഫർഹാനക്ക് അവളുടെ ഹസ്ബൻഡായ കരീമിന്റെ ഫോണിൽ നിന്ന് കോള് വരുന്നുണ്ട്. അവളും അതെടുത്ത് സംസാരിക്കുകയാണ്. എന്ത് പറ്റിയെന്ന് ചോദിക്കുകയാണ്. പക്ഷെ അപ്പുറത്ത് നിന്ന് ഉത്തരം നൽകുന്നത് ആ ഒരാളായിരുന്നു. കരീമിന്റെ ഫോൺ എങ്ങനെയാണ് ആ ഒരാളുടെ കൈ കിട്ടിയത്? നിങ്ങൾ എന്താണ് എന്റെ ഭർത്താവിനെ ചെയ്തതെന്ന് ഫർഹാന ദേഷ്യത്തോടുകൂടി ചോദിക്കുകയാണ്. നീ എന്താ ഞാൻ വിളിച്ചിട്ട് കോൾ എടുക്കാത്തത്? അതുകൊണ്ടല്ലേ നിന്റെ ഭർത്താവിന്റെ ഫോൺ എനിക്ക് എടുക്കേണ്ട വന്നത്. അവനെ ഞാൻ വണ്ടി ഇടിച്ചിട്ടിട്ടുണ്ട്, ഇപ്പൊ ഹോസ്പിറ്റലിലുണ്ട്, പോയി കാണാനായിട്ട് പറയാണ്. അവൾ ഒന്നും മിണ്ടാതെ വേഗം ഹോസ്പിറ്റലിലേക്ക് പോയി നോക്കുന്നുണ്ട്. ഭർത്താവിന്റെ കാല് ഒടിഞ്ഞ നിലയിലായിരുന്നു. ഭർത്താവ് ആ സമയത്ത് ഇവള് വിഷമിച്ച് നിൽക്കുന്നത് കണ്ടിട്ട് വേറെ കുഴപ്പമൊന്നുമില്ല, നീ പേടിക്കണ്ട, ഇന്ന് ഡിസ്ചാർജ് ചെയ്തു, നമുക്ക് വീട്ടിലേക്ക് പോവാന്നും പറഞ്ഞ് അവര് രണ്ടുപേരും കൂടി വീട്ടിലേക്ക് പോകുന്നുണ്ട്. ഇപ്പൊ അവൻ വീട്ടിൽ കയറി കളിക്കാൻ തുടങ്ങി എന്നുള്ള കാര്യം ഫർഹാന മനസ്സിലാക്കാണ്. ഇനി മിണ്ടാതെ നിന്നിട്ട് കാര്യമില്ല. അവനക്ക് അവളെ പറ്റി എല്ലാ ഡീറ്റെയിൽസും അറിയാവുന്നത് കൊണ്ടാണ് അവൻ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. ഇനി അവനെ പറ്റി അറിയാനായിട്ട് ശ്രമിക്കണം. അവനെ പറ്റിയുള്ള ഡീറ്റെയിൽസ് കിട്ടിയിട്ടുണ്ടെങ്കിൽ അവനക്ക് ഒരിക്കലും നമ്മൾ എങ്ങനെ പറഞ്ഞ് ഭീഷണിപ്പെടുത്താൻ പറ്റില്ല എന്ന് കരുതിക്കൊണ്ട് അവളും അവനെ പറ്റി അന്വേഷിക്കാനായിട്ട് തുടങ്ങാണ്. അവളെ ഹെൽപ്പ് ചെയ്യാനായിട്ട് അവന്റെ കമ്പനിയിൽ ജോലി ചെയ്യുന്ന നിത്യം വേറെ കുറച്ച് പയ്യന്മാരൊക്കെ നിൽക്കുന്നുണ്ട്. ഫർഹാനക്ക് അന്നൊരു ദിവസം ഇവനെ ഒരു മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ് ഗിഫ്റ്റ് ആയിട്ട് കൊടുത്തിരുന്നില്ലേ? ആ ഒരു ഗിഫ്റ്റ് വാങ്ങിയ കടയിൽ ചെന്ന് അതിന്റെ റെസിപ്റ്റ് നോക്കി ഏത് ക്രെഡിറ്റ് കാർഡ് വഴിയാണ് ബില്ല് പേയ്മെന്റ് ചെയ്തിരിക്കുന്നതെന്ന് നോക്കാണ്. എന്നിട്ട് നമ്പർ ട്രേസ് ചെയ്ത് അവന്റെ ലൊക്കേഷൻ നോക്കുന്നുണ്ട്. അതൊരു മാളിലാണെന്ന് അറിയാണ്. ആ ഒരു മാളിലേക്ക് പോകുമ്പോൾ ആ ഒരു ക്രെഡിറ്റ് കാർഡ് ഇന്ന ഷോപ്പിൽ ഇപ്പൊ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഷോപ്പിൽ നിന്ന് ഇറങ്ങി വരുന്ന ആളെ കണ്ട ഫർഹാനക്ക് അയാളാണ് ഈ ഒരാളെന്നുള്ള കാര്യം മനസ്സിലാവാണ്. അയാൾ ഇപ്പൊ ഫോണിൽ സംസാരിച്ചുകൊണ്ട് പോവാണ്. ആ ഒരു ഫോൺ അവളുടെ കയ്യിൽ കിട്ടിയിട്ടുണ്ടെങ്കിൽ അവര് തമ്മിൽ സംസാരിച്ച കോൾ റെക്കോർഡ്സ് ഒക്കെ അതിലുണ്ടാവുമല്ലോ, അതെല്ലാം ഡിലീറ്റ് ചെയ്യാമെന്ന് അവൾ കരുതുന്നുണ്ട്. അങ്ങനെ പെപ്പർ സ്പ്രേ ഉപയോഗിച്ച് അയാളുടെ മുഖത്തടിച്ചിട്ട് അവൾ ആ ഒരു ഫോണും കൊണ്ട് പോകുന്നുണ്ട്. അയാളും വേഗം തന്നെ അയാളുടെ കാറിലേക്ക് കയറി ആളുടെ സിസ്റ്റം എടുത്ത് ആളുടെ ഫോൺ തന്നെ ഹാക്ക് ചെയ്ത് അതിലുള്ള ഡോക്യുമെന്റ്സ് ഒക്കെ ഡിലീറ്റ് ചെയ്ത് ആളുടെ സിസ്റ്റത്തിലേക്ക് കൺവേർട്ട് ചെയ്യുന്നുണ്ട്. ഫർഹാനയും ആ ഒരു ഫോണിൽ സെർച്ച് ചെയ്യുന്ന സമയത്ത് അതിൽ ഒരു ഡോക്യുമെന്റ്സും ഉണ്ടായിരുന്നില്ല. ആക്ച്വലി ഈ ഒരാളെ എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നതെന്ന് വെച്ചാല് മുന്നേ ഫർഹാന അവനെ മീറ്റ് ചെയ്യാന്ന് പറഞ്ഞിട്ട് വിളിച്ചു വരുത്തിയിട്ടുണ്ടായിരുന്നില്ലേ? അന്ന് അവന് ഒരുപാട് അവളെ വെയിറ്റ് ചെയ്ത് നിന്നിരുന്നു. പക്ഷെ ഫർഹാന അന്ന് വരാത്തോണ്ട് തന്നെ അടുത്തുണ്ടായിരുന്ന ഒരു പെണ്ണിനെ ഇഷ എന്ന് പറഞ്ഞ് തോളിലായിട്ട് കൈ വെക്കുന്നുണ്ട്. ഇതുകൊണ്ട് തന്നെ ആ ഒരു പെണ്ണിന്റെ കയ്യിൽ നിന്ന് അവനക്ക് അടി കിട്ടാണ്. ചുറ്റുമുള്ള ആൾക്കാരെല്ലാം ഇത് കാണുന്നുണ്ട്. അവനക്ക് വല്ലാതെ നാണക്കേടാവുന്നുണ്ട്. ഇഷ കാരനാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചതെന്ന് അവന്റെ മനസ്സിൽ അത് ഉറച്ചു പോവാണ്. എങ്ങനെയെങ്കിലും അവളോട് പ്രതികാരം ചെയ്യണമെന്ന് അവൻ കരുതാണ്. അതിനു വേണ്ടിയിട്ടാണ് അവൻ ഇങ്ങനെയൊക്കെ കാട്ടിക്കൂട്ടുന്നത്. ഫർഹാനയും ഈ ഒരു വിഷയം എങ്ങനെയെങ്കിലും തീർക്കണമെന്ന് കരുതാണ്. അങ്ങനെ അവസാനം ആ ഒരാള് ലാസ്റ്റ് ആയിട്ട് അവൾക്ക് വിളിക്കുന്നുണ്ട്. എന്നിട്ട് ഒരു സൊല്യൂഷനും പറയുന്നുണ്ട്. ഈ ഒരു കാര്യം ചെയ്യ്, നീ എന്റെ വീട്ടിലേക്ക് വായോ, എന്റെ ആവശ്യം കഴിഞ്ഞാൽ ആ ഒരു ഓഡിയോ നിനക്ക് തരാം, പിന്നെ ഞാൻ നിന്നെ ശല്യം ചെയ്യില്ല എന്നൊക്കെ പറയുന്നുണ്ട്. ഫർഹാനക്കും വേറൊരു ഓപ്ഷൻ ഉണ്ടായിരുന്നില്ല. അവൾ അന്നേ ദിവസം തന്നെ അയാളുടെ വീട്ടിലേക്ക് പോകുന്നുണ്ട്. ആ ഒരു സമയത്ത് അയാളാണെന്ന് വെച്ചാൽ ഇവളോടുള്ള പ്രതികാരം തീർക്കാനായിട്ട് കരീമിനെ വിളിച്ചുകൊണ്ട് നിങ്ങളുടെ വൈഫ് എന്താണ് എന്റെ വീട്ടിൽ വന്നിട്ട് പോകില്ല എന്ന് പറഞ്ഞ് നിൽക്കാം, വേഗം വന്ന് ഇവളെ കൂട്ടിക്കൊണ്ട് പോകുന്നൊക്കെ പറയുന്നുണ്ട്. അതിനുശേഷമാണ് ഫർഹാന ഉള്ളിലേക്ക് കിടക്കുന്നത്. ഒരാളോട് അവള് ചോദിക്കാണ്, നിനക്ക് എന്താണ് വേണ്ടത്, എന്നെ വെറുതെ വിട്ടൂടെന്നൊക്കെ. അവൻ ആ സമയത്ത് പറയാണ്, നിന്നെ ഞാൻ ആത്മാർത്ഥമായിട്ട് തന്നെയാണ് സ്നേഹിച്ചത്, പക്ഷെ നിനക്ക് വേണ്ടി ഒരുപാട് അപമാനങ്ങൾ ഞാൻ ഏറ്റിട്ടുണ്ട്. എന്നിട്ട് നീ മറ്റുള്ള ആണുങ്ങളെ പോലെ എന്നെ മോശമായിട്ട് കണ്ടു. അതിനുള്ള പ്രതികാരം നിന്നോട് എന്തായാലും ചെയ്യണ്ടേ? നിനക്ക് മരണത്തെക്കാൾ വലിയ ഒരു ശിക്ഷ ഞാൻ തരാന്നും പറഞ്ഞ അവൻ ഫ്രണ്ടിൽ ആ ഡോറ് തുറക്കുന്നുണ്ട്. അപ്പൊ കരീമിനെ കാണാണ്. കരീമാണെന്ന് വെച്ചാൽ ആകെ അന്തം വിട്ട് നിൽക്കുന്നുണ്ട്. അവിടെയാണ് ഒരു അൾട്ടിമേറ്റ് ട്വിസ്റ്റ് കാണിക്കുന്നത്. കുറച്ചു നാൾ മുന്നേ തന്നെ ഈ ഒരാള് ഫർഹാനയെ ഒരുപാട് ശല്യം ചെയ്ത സമയത്ത് അവൾക്ക് തീരെ പിടിച്ചു നിൽക്കാനായിട്ട് പറ്റാതായപ്പോ ഭർത്താവിനോട് അവൾ എല്ലാ കാര്യങ്ങളും പറയുന്നുണ്ട്. എന്നിട്ട് ഒരുപാട് കരയാണ്. അത് കേട്ട് അവളുടെ ഭർത്താവ് അവളെ ചീത്ത പറയുന്നു വിചാരിച്ചാല് ഭയങ്കര ക്ഷമയോട് കൂടിയിട്ട് കരീം എന്തിനാണ് നീ ഇതെല്ലാം ചെയ്തതെന്ന് മാത്രമാണ് അവളോട് ചോദിച്ചത്. ആ സമയത്ത് ഫർഹാന പറയാണ്, നിങ്ങൾ എന്നോട് നിങ്ങളുടെ കഷ്ടങ്ങൾ പറയുന്നല്ലാതെ എന്നോട് ഒരിക്കലും മനസ്സ് തുറന്ന് സംസാരിച്ചിട്ടേ ഇല്ല, എന്റെ ബുദ്ധിമുട്ട് എന്താണെന്ന് ചോദിച്ചിട്ടേ ഇല്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞാൻ ഒരു ജോലിക്ക് കയറിയത്. അവിടെയും മോശമായിട്ട് സംസാരിക്കാൻ മാത്രമാണ് ആൾക്കാർ എന്നെ വിളിച്ചിരുന്നത്. ആ ഒരു സമയത്ത് എനിക്ക് ആശ്വാസമായിട്ട് എന്നെ കുറിച്ച് ചോദിച്ചത് ഈ ഒരാൾ മാത്രം. അതുകൊണ്ടാണ് ഞാൻ ആ ഒരാളെ ഇഷ്ടപ്പെട്ടു പോയതെന്നല്ല. ഇത് കേട്ട ഭർത്താവും തന്റെ ഭാഗത്തുനിന്ന് വന്ന ആ ഒരു മിസ്റ്റേക്ക് എന്താണെന്ന് മനസ്സിലാക്കുന്നുണ്ട്. നീ വിചാരിച്ച പോലത്തെ ഒരു ഭർത്താവ് ആവാൻ എന്നെ കൊണ്ട് സാധിച്ചില്ല എന്നും ഇനി മുതൽ ഞാനത് ശ്രദ്ധിച്ചോളാം, എനിക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ ഞാൻ മാറിക്കോളാം എന്നെല്ലാം പറയുന്നുണ്ട്. ഈ പ്രശ്നം വിചാരിച്ച് നീ മനസ്സ് വിഷമിക്കേണ്ട കാര്യമില്ലാന്നും ഇത് ഞാൻ ഡീൽ ചെയ്തോളാന്നും അവൻ ഏറ്റതിന് ശേഷം ഇവരുടെ കടയിൽ എപ്പോഴും വരാറുള്ള ഒരു പോലീസുകാരി പെണ്ണുണ്ടല്ലോ, അവൾ പോയി കണ്ട് ഈ വിഷയങ്ങളൊക്കെ അവളോട് പറയുന്നുണ്ട്. ആ സമയത്ത് അവളാണ് ഈ ഒരു സജഷൻ കൊടുത്തത്, ഇയാളെ പോയി മീറ്റ് ചെയ്തിട്ട് ആളുടെ വായോണ്ട് തന്നെ എല്ലാം പറയിപ്പിച്ച് അത് റെക്കോർഡ് ചെയ്യാനായിട്ട്. അങ്ങനെ
തെളിവുണ്ടാക്കി അയാളെ അറസ്റ്റ് ചെയ്യാന്ന്. ഇപ്പൊ ഫർഹാനയും അയാൾ പറഞ്ഞ കാര്യങ്ങളെല്ലാം റെക്കോർഡ് ചെയ്യുന്നുണ്ടായിരുന്നു. ഇവനാന്ന് വെച്ചാൽ വലിയ ട്വിസ്റ്റ് ആണെന്നും പറഞ്ഞു ഫർഹാനയുടെ ഭർത്താവിനെ അവിടേക്ക് വിളിച്ചു വരുത്തി അവന്റെ കഴുത്തിൽ അവൻ തന്നെ കുരുക്കിടാണ്. ഇപ്പൊ പോലീസുകാർ വന്ന് അവനെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകുന്നുണ്ട്. ഇതിനുശേഷം ഫർഹാന ജോലിക്ക് പോകുന്നത് നിർത്തുമെന്ന് കരുതിയാല് അവളുടെ ഭർത്താവിന്റെ സപ്പോർട്ടോടുകൂടി തന്നെ അവൾ ജോലിക്ക് പോകുന്നത് നിർത്തിയില്ല. പക്ഷെ അവളുടെ ഡിപ്പാർട്ട്മെന്റ് മാറാണ്. ഉന്നത ഡിപ്പാർട്ട്മെന്റിലേക്ക് തന്നെ അവൾ ചേഞ്ച് ചെയ്യുന്നുണ്ട്. ഇപ്പൊ പെണ്ണായാലും ആണായാലും ജോലിക്ക് പോകുന്നതിൽ കുഴപ്പമില്ല. പക്ഷെ പെണ്ണ് ജോലിക്ക് പോകുമ്പോൾ തന്റെ വീട്ടിൽ തന്നെ കാത്തിരിക്കുന്ന ഒരാണുണ്ടെന്നും ആണ് ജോലിക്ക് പോകുമ്പോൾ തന്റെ വീട്ടിൽ തന്നെ കാത്തിരിക്കുന്ന ഒരു പെണ്ണുണ്ടെന്നുള്ള ബോധം മാത്രം മതി എന്നുള്ള ആ ഒരു തീമോടുകൂടി ഈ ഒരു മൂവി അവസാനിക്കുകയാണ്. നിങ്ങൾക്ക് ഈ ഒരു മൂവി ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.